ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്തു. 2-ാം അധ്യായത്തിൽ നാം പഠിച്ചത് കൃപയാലുള്ള രക്ഷയെക്കുറിച്ചായിരുന്നു പഠിച്ചത്. നമ്മൾ അവിടെ കണ്ടത് പ്രധാനമായിട്ടും മരണത്തിൽ നിന്നും ദൈവത്തിന്റെ ജീവനിലേക്കും വേർപാടിൽ നിന്നും ആ ഒരു ഐക്യതയിലേക്കുമുള്ള ഒരു യാത്രയായിരുന്നു. ഫ്രം ഡെത്ത് ടു ലൈഫ് ആൻഡ് ദ സെപ്പറേഷൻ ടു യൂണിറ്റി. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സകല മനുഷ്യരുടെയും പ്രകൃതിയാലുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ 1-ാം വാക്യത്തിൽ തുടങ്ങി തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ സകല മനുഷ്യരും ദൈവ തേജസ്സെന്നാകുന്ന എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി എന്നാണ് നമ്മൾ റോമാലേഖനം പഠിക്കുന്നത്. അപ്പൊ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന എല്ലാവരെയും കൃപയാൽ വിശ്വാസത്താൽ ദൈവം തന്റെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. മരിച്ചവരെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരുത്തി. എങ്ങനെയാണ്? ആ കരുണാസമ്പന്നനായ ദൈവത്തിന് മഹാസ്നേഹ നിമിത്തമെന്ന് നമ്മൾ 4-ാം വാക്യത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞ് അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് പാപം നമുക്കെതിരായി പ്രവർത്തിച്ചു. അങ്ങനെ പാപം നമുക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയില് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് എങ്ങനെയാ? കാൽവറിയിൽ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി. അത് കഴിഞ്ഞ് ദൈവം നമ്മിൽ പ്രവർത്തിച്ചു. കാരണം ഒരു പുതിയ സൃഷ്ടി, ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകണം. പഴയതെല്ലാം കഴിഞ്ഞു പോയി. അത് പുതിയതാക്കണമെങ്കിൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ദൈവം നമ്മിൽ കൂടിയും പ്രവർത്തിക്കും. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. അപ്പം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു, നമ്മിൽ പ്രവർത്തിച്ചു. എന്തിനു വേണ്ടിയാ നമ്മിൽ പ്രവർത്തിക്കുക? നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ദൈവത്തിന് നമ്മിൽ കൂടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ 2 തരത്തില് ഉണ്ട് പ്രവർത്തനം. ഒന്ന്, ഈ ലോകത്തിൽ ദൈവത്തിന്റെ തേജസ്സുള്ളവരായി നടക്കുവാൻ, അല്ലെ വെളിച്ചമായി നടക്കുവാൻ. വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്തിൽ നാം അനിന്ദ്യരായി നിർമ്മലരായി ദൈവത്തിന്റെ നിഷ്കളങ്കരമായി നടക്കേണ്ടതിനല്ലേ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തെ ജോസുകളെ പോലെ നടക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ ആത്യന്തികമായി തന്റെ പുത്രന്റെ അനുരൂപതയിലേക്ക് നാം ആയിത്തീരുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്, അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നവരെ ദൈവത്തോട് അടുപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജാതികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരുന്നത്. അത് അവർക്ക് ദൈവത്തോടും യഹൂദ ജനതയോടും ശത്രുത ഉണ്ടായിരുന്നു. അങ്ങനെ ആ വേർപെട്ട അവസ്ഥയിൽ നിന്ന് അവരെ ഒരുമിച്ച് ദൈവത്തിങ്കിലേക്കാക്കി ആ വേർപെട്ടിരുന്നവരെ ആ ദൈവത്തിന്റെ കുടുംബത്തിലാക്കി തീർത്തു. റെക്കൺസിലിയേഷൻ ആയിരുന്നു നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ആ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്നെന്ന് പറയുന്ന ജാതികളായിരുന്നവർക്ക് യഹൂദന്മാരോടും ശത്രുതയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തോടും ശത്രുതയുണ്ട്. യഹൂദന്മാരോട് ഉണ്ടായിരുന്ന ആ ന്യായപ്രമാണം അങ്ങനെയുള്ള ചട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വേർപാട് ഇടിച്ചു നിരത്തിയിട്ട് ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നാക്കി തീർത്തു. അതുപോലെ തന്നെ ഇരുപക്ഷക്കാരും യഹൂദന്മാരും ജാതികളും ദൈവത്തോട് ശത്രുത ഉണ്ടായിരുന്നു പാപം നിമിത്തം. ആ ശത്രുതയെല്ലാം ക്രൂശിൽ വെച്ച് ഇല്ലാതാക്കി ക്രിസ്തുവിന്റെ ഏക ശരീരത്താൽ ഏകാത്മാവിനാൽ നിരപ്പിച്ചു, അല്ലെ? അങ്ങനെ ഈ 2 പക്ഷക്കാരും തമ്മിലുള്ള ദൈവത്തോടുള്ള വേർപാട് നീക്കിയിട്ട് ഐക്യത വരുത്തി. ഞാൻ പറഞ്ഞു മതില് പൊളിച്ചു കളഞ്ഞിട്ട് ദൈവം ക്രിസ്തുവിൽ എന്ന പാലം അവിടെ പണിതു. ക്രിസ്തു നമുക്ക് വേണ്ടി സമാധാനമാക്കി തീർത്തായിരുന്നു. ക്രിസ്തു പീസ് മേക്കറാണ്, അതുപോലെ തന്നെ സമാധാനവുമാണ്, അല്ലെ? ക്രൂശിൽ വെച്ച് എല്ലാ ശത്രുതയും ഇടിച്ചു മാറ്റി ഇനി ഇരുപക്ഷത്തെ ദൈവത്തോട് നിരപ്പിച്ചു. ആ ദൈവത്തോട് നിരപ്പിച്ചിട്ട് ഇരുപക്ഷക്കാരെയും ഒരുമിച്ച് ദൈവത്തിന്റെ കുടുംബത്തിൽ ആക്കി തീർത്തു.
നേരത്തെ സഭയുടേതായ, ജാതിയുടേതായ, രാഷ്ട്രീയത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിലുമുള്ള എല്ലാ വിഭാഗീയതകളും നിലനിന്നിരുന്നു. പക്ഷെ ഇപ്പോ ക്രിസ്തുവേശുള്ളവർ എല്ലാവരും ക്രിസ്തുവിന്റെ ആ ഏക ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നു. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ദൈവഭവനത്തിലെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ 20 മുതലുള്ള വാക്യങ്ങൾ കണ്ടത് ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ഏകാത്മാവിനാൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. വെറുതെ ഒരു കെട്ടിടം, ജീവനില്ലാത്ത കെട്ടിടമല്ല, വിശുദ്ധ മന്ദിരമായി. കെട്ടിടം നമ്മൾ പണിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും അത് നമ്മൾ അതിന് മേളിൽ പണിയും, പക്ഷെ എന്നാൽ തന്നെ അന്ന് വളരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലേ? പക്ഷെ ഇവിടെ ക്രിസ്തുവിലുള്ള മന്ദിരം എന്ന് പറയുന്ന, അല്ലെ, ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന ജീവനുള്ള മന്ദിരമാണ്. അത് ഓരോ ദിവസവും പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോസ്തലന്മാരും ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അതിന്മേൽ ഇപ്പോഴും ഓരോ കട്ടകൾ, അല്ലെ, ഓരോ കല്ലുകൾ വെച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം, അല്ലേ? നമ്മളെയൊക്കെയും അതിന്റെ ഭാഗങ്ങളാക്കി തീർത്തു. നമ്മളെ വിളിക്കേണ്ട സമയമായപ്പോൾ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ആ കെട്ടിടത്തിന്റെ ഭാഗങ്ങളാക്കി ദൈവം നമ്മളെ തീർത്തു. അപ്പം 2ന്റെ ആദ്യത്തില് നമ്മളെ വിശുദ്ധ മന്ദിരമായി നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, വിശുദ്ധ മന്ദിരത്തിന്റെ ഭാഗമായി. 2ന്റെ ആദ്യം നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് മരിച്ച അവസ്ഥ, അവസാനം ജീവൻ പ്രാപിച്ച് ദൈവത്തിന്റെ രാജ്യത്തിലായിട്ട് ദൈവത്തിന്റെ ഭവനക്കാരാക്കി തീർത്തു. അപ്പൊ ആ ദൈവത്തിന് മനുഷ്യരോടുള്ള വലിയ സ്നേഹവും കരുണയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിച്ചു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ കർത്താവ് ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം എന്നാ പറയുന്നത്, അല്ലേ? അപ്പം സ്വർഗത്തിലെ ഈ മരിച്ചവരായിരുന്ന, ആ പാപത്തിലൂടെ നടന്നുകൊണ്ടിരുന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവിടെ നിന്ന്, ആ പാപ ചെളിക്കുണ്ടിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ഇരുത്തിയിട്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ദൈവം നിറച്ചു. വലിയൊരു ഭാഗ്യാവസ്ഥ. എവിടെയായിരുന്നു നാം? ഇപ്പോൾ നാം എവിടെ എത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് 3-ാം അധ്യായം എഫേസ്യ ലേഖനം 3:8 ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ അപ്രമേയധനം, അൺഫാത്തമബിൾ റിച്ചസ് എന്ന് പറയുന്നത്, പറഞ്ഞു തീരാത്ത വലിയൊരു അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. നമ്മൾ 1-ാം അധ്യായം കണ്ട് അതിന്റെ ഒരു 1-ാം അധ്യായത്തിൽ സഭ ഒരു ശരീരം എന്നൊരു വിഷയമായിരുന്നു നമ്മൾ പഠിച്ചത്. 2-ാം അധ്യായത്തിൽ സഭ ഒരു മന്ദിരം, ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. 3-ാം അധ്യായത്തിൽ സഭ ഒരു മർമ്മം. സഭ ഒരു ശരീരം 1-ാം അധ്യായം, 2-ാം അധ്യായം സഭ ഒരു മന്ദിരം, 3-ാം അധ്യായം സഭ ഒരു മർമ്മം നമുക്ക് എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ ഞാൻ 1-ാം വാക്യം ഒന്ന് വായിക്കാം. 3:1. അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിന്റെ ഒരു വിവരണമാണ് 3-ാം അധ്യായം നമ്മൾ പറഞ്ഞു. 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില് അത് വിശദീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 1-ാം വാക്യത്തിൽ താൻ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ തുടർച്ച നമ്മൾ കാണാൻ കഴിയുന്ന 14-ാമത്തെ വാക്യം മുതലാണ്. 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലെ ആ സഭ ഒരു മർമ്മം, അല്ലെങ്കിൽ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള മർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. 4 മുതലുള്ള കാര്യങ്ങൾ താൻ ആ 1-ൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2 പ്രാർത്ഥനകളാണ് നമ്മൾ കണ്ടത്. 1-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിലും 2-ാമത്തെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്ന അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി. ഏതു നിമിത്തം? ആ 2-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിമിത്തം. 2:20 മുതൽ 22 വരെ. കാരണം 1-നും യോഗ്യതയില്ലായിരുന്ന ജാതികളായ നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ഏകാത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു. എവിടെയായിരുന്നു നിങ്ങൾ? അല്ലെ, എവിടെയായിരുന്നു നിങ്ങൾ? ഇപ്പോൾ എവിടെ എത്തപ്പെട്ടു? 1-നും യോഗ്യത ഇല്ലാത്തവരായിരുന്നു. നമ്മുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. നമ്മൾ എവിടെയായിരുന്നു?
ഇപ്പോൾ എവിടെയായിത്തീരുന്നു? പറയുവാൻ കാരണമുണ്ട്. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കും. ഞാൻ തടവറയിൽ ഇപ്പോൾ ആയിരിക്കും. നമുക്കറിയാം റോമയിലെ തടവറയിൽ വെച്ചാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഇത് കാരാഗ്രഹ ലേഖനമാണല്ലോ. അപ്പൊ ആ റോമയിലെ കാരാഗ്രഹത്തിൽ താൻ അടയ്ക്കപ്പെടാൻ കാരണമായി തീർന്നത് നിങ്ങളോട് സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ്. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോടൊന്നല്ല എല്ലാവരോടും, ജാതികളായ എല്ലാവർക്കും വേണ്ടി സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായി തീർന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നമ്മള് 4-ാം അധ്യായത്തിലും അതേ വാക്യം തന്നെ കാണുന്നുണ്ട്. 6:19 ഇത് തന്നെ കാണുന്നുണ്ട്. അതേ വാക്യമല്ല, ബദ്ധനായിരിക്കുന്നു എന്നുള്ള വാക്യം. നമുക്ക് എഫേസ്യ ലേഖനം 4:1 ഞാൻ വായിച്ചു വിടാം, ആദ്യത്തെ ഭാഗം മാത്രം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ബദ്ധനായിരിക്കുകയാണ്, ഞാൻ തടവറയിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ എഫേസ്യർ 6:19 കാണുന്നുണ്ട്, ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷന്റെ മർമ്മം. എല്ലാവരും അംബാസഡറൊക്കെ ആയിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടല്ലേ, അവരാരും ചങ്ങല ധരിച്ചിട്ടൊന്നും അല്ല. പൗലോസ് പക്ഷെ ക്രിസ്തുവിന്റെ അംബാസഡർ ആയിരിക്കുന്ന എങ്ങനെ? ചങ്ങല ധരിച്ചിട്ട്. അത് വലിയൊരു മഹിമയായിട്ടാ പൗലോസ് കാണിക്കുന്നത്. ക്രിസ്തുവേശുവിന് വേണ്ടി ബദ്ധനായി ഇരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ജാതികൾക്ക് താൻ എന്തിനു വേണ്ടിയാണ് ബദ്ധനായിരിക്കുന്നത്? യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിച്ചായിരുന്നെ തനിക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് പിന്നെ കാണാതെ. പക്ഷെ ജാതികളോട് സുവിശേഷം അറിയിച്ചതിനാലാണ് താൻ ബദ്ധനായിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ഓൾഡ് ടെസ്റ്റ്മെന്റില്, പഴയ നിയമത്തില് ജാതികൾ എന്നത് ഒരു മർമ്മമായിരുന്നു. ജാതികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അവരുടെ രക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷെ ക്രിസ്തുവിൽ യഹൂദന്മാർക്കുള്ളതുപോലെ അതേ അവകാശം ജാതികൾക്കും ഉണ്ടാകും എന്നുള്ളത് ഒരു മർമ്മമായിരുന്നു. യഹൂദരായിരുന്നു ദൈവത്തിന്റെ വിശിഷ്ട ജനമെന്ന് പറയുന്ന അവരെ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷെ അവരെ ദൈവം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ പോലും ഒരു ടെമ്പററി തെരഞ്ഞെടുപ്പായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളത്. അവരെ എന്തിനാണ് തെരഞ്ഞെടുത്തത്? തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ, മശിഹ ഈ ലോകത്തിലേക്ക് വരുവാൻ ഒരു സമൂഹത്തെ, ഒരു ജാതിയെ, അതിൽ നിന്ന് ഒരാളെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ യഹൂദന്മാരെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ടെമ്പററി ആയിട്ട് അവരെ തിരഞ്ഞെടുത്തു. ഒരു താൽക്കാലികമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അവരെ. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ എവിടെയായിരുന്നു സുവിശേഷിച്ചിരുന്നത്? ആദ്യം തുടങ്ങി യഹൂദന്മാരുടെ ഇടയിലേക്കാ പോയത്. പക്ഷെ അവിടെ പറയുന്നുണ്ട്, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല, അല്ലെ? അപ്പൊ ആ യഹൂദന്മാർ തള്ളിക്കളഞ്ഞതിനാൽ ജാതികളിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ യഹൂദന്മാരെ കുറച്ച് സമയത്തേക്ക് തള്ളി മാറ്റി ജാതികളായ നമ്മയൊക്കെയും സഭയുടെ ഭാഗമാക്കി തീർക്കുന്നു. അപ്പൊ ഈ നമ്മളെ സഭയുടെ ഭാഗമാക്കി, അപ്പൊ യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് സഭയുടെ ഭാഗമായി തീരുവാനായിട്ട് കഴിഞ്ഞു. ഇനി സഭ എടുക്കപ്പെടുന്നതുവരെ ജാതികളുടെ പൂർണ്ണസംഖ്യ തേരുവോളം ഈ സഭയിലേക്ക് ജാതികൾ കടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ യഹൂദന്മാരുടെ ഒരു പുനഃസ്ഥാപനം ഉണ്ട്. അത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം, ഉത്പ്രാപണത്തിന് ശേഷമായിരിക്കും യഹൂദന്മാരുടെ ഒരു പുനഃസ്ഥാപനം ഉള്ളത്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലനെ ദൈവം കർത്താവായ യേശു ക്രിസ്തു വിളിച്ചത് തന്നെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് തന്നെയാണ്, അല്ലെ? നമ്മള് അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ലെ വിധിക്കായി നിൽക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തി 26:16-ഉം 17-ഉം 18 വാക്യങ്ങൾ ഇവിടെ പറയുന്ന, പൗലോസ് എന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഇപ്പം ജാതികളുടെ അപ്പോസ്തലൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ജാതികളുടെ അപ്പോസ്തലനാണ് പൗലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രവൃത്തികൾ 26:17-ഉം 18-ഉം, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലോസിനെ ആദ്യം തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവം ജാതികളുടെ അപ്പോസ്തലനായി, ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കാനാണ് അപ്പോയിന്റ് ചെയ്തത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഇപ്പം റോമയിലെ തടവറയിലാണ് പൗലോസ് ആയിരിക്കുന്നത്. ആ
ഇപ്പോൾ റോമയിൽ തടവിലാകാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 21:29 വാക്യമാണ്. ഇപ്പോൾ തടവറയിൽ താൻ അല്ലെ ബദ്ധനായിരിക്കുന്നതിന്റെ കാരണം ജാതികൾക്ക് വേണ്ടിയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് 21:29-30 വാക്യങ്ങൾ. ജാതീയനായ ത്രോഫിമോസിനെ ജാതികൾക്ക് ഇല്ലാത്ത ദേവാലയത്തിൽ താൻ കൊണ്ടുവന്നു എന്ന് അവരെ വ്യാജ പ്രചരണം നടത്തിയത് മൂലമാണ് യഹൂദന്മാർ പിടിക്കപ്പെടുവാനും ഈ റോമയിലെ കാരാഗൃഹത്തിൽ ആയിത്തീരുവാനായിട്ടും ഇടയായി തീർന്നത്. വായിക്കാം. അവർ മുമ്പ് എഫേസ്യനായ ജാതീയനായ ത്രോഫിമോസിനോടുകൂടെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് നിരൂപിച്ചു. വ്യാജ പ്രചരണമായിരുന്നു അവിടെ നടത്തിയത്. നഗരമെല്ലാം ഇളകി, ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ചു ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചുകൊണ്ടുപോയി ഉടനെ വാതിൽ അടച്ചു കളഞ്ഞവ. ഇവിടെ റോമയിലെ കാരാഗൃഹത്തിൽ പൗലോസ് ആയിരിക്കാനായിട്ടുള്ള കാരണം ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ്. ജാതിയായ ത്രോഫിമോസിനെ ജാതീയനായ ത്രോഫിമോസിനെ ദേവാലയത്തിൽ ജാതികൾക്ക് പ്രവേശനമില്ലാത്ത ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള വ്യാജ പ്രചാരണത്തിലാണ് ഇപ്പോൾ ആയിത്തീരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം റോമയിലെ തടവറയിലായിരുന്നു. ആരുടെ ബദ്ധനായിട്ടാണ് പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത്? ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിട്ടാണ് ആയിരിക്കുന്നത്. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിലായിരുന്നെങ്കിലും കാരാഗൃഹത്തിന്റെ ഒരു മണവുമില്ല എന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഈ കാരാഗൃഹ ലേഖനങ്ങളൊക്കെ പ്രത്യേകിച്ച് നോക്കിയാല് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അല്ലാതെ ഫിലിപ്പി ലേഖനവും കാരാഗൃഹ ലേഖനം എപ്പോഴും സന്തോഷിപ്പിൻ എന്നാ പറയുന്നത്, അല്ലെ? എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് 1-2 പ്രാവശ്യം പൗലോസ് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സന്തോഷിപ്പിൻ എന്ന് വെച്ചാൽ എനിക്കിപ്പോ നല്ല സന്തോഷമാണ്, നിങ്ങൾ സന്തോഷിച്ചോളും, നിങ്ങൾക്ക് ആ സന്തോഷം ഇല്ലാത്തത്, അപ്പൊ നിങ്ങൾ സന്തോഷിപ്പിൻ, അങ്ങനെയാണ് പറയുന്നത്. ഒരിക്കലും ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബദ്ധപ്പാടിൻ്റെതായ ഒരു മണവും പൗലോസിന്റെ ഈ കാരാഗൃഹ ലേഖനങ്ങളിൽ ഒന്നും കാണുന്നില്ല. ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത് എവിടെയാണ് കാണുന്നത്? 1 കൊരിന്ത്യർ ലേഖനത്തിലാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാ? 2 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനത്തില് എന്തുകൊണ്ടാണ് അത് കാണുന്നത്? പൗലോസിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെ? പൗലോസ് ക്രിസ്തുവിൽ സംസാരിക്കുന്നു തുമ്പന്വേഷിക്കുന്നവരോട് അല്ലെങ്കിൽ ജഡത്തിൽ പ്രശംസിക്കുന്നവരോട് അങ്ങനെ പറഞ്ഞതാണ്. എനിക്കും പ്രശംസിപ്പാൻ വകയുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി അധികം കഷ്ടം സഹിച്ചു എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഒന്നും പറയത്തില്ല. അതുപോലെ തന്നെ തന്റെ വെളിപ്പാടിനെ കുറിച്ച്, അല്ലെ ക്രിസ്തുവിന്റെ ദർശനത്തെ കുറിച്ച് താൻ 3-ാം സർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്നത് അത് 14 ആണ്ടത്തിന് ശേഷമാണ് പൗലോസ് പറഞ്ഞത്. അല്ലെങ്കിൽ ആരോടും ഒന്നും ഈ കാരാഗൃഹ ലേഖനത്തിൽ ഇതിന്റെ ഒരു മണവുമില്ല. നമ്മള് ഇവിടെ ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ റോമർ ചക്രവർത്തിയെ ആരാധിക്കുന്ന ഒരു കാലമായിരുന്നു അവിടെ. ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത്. അപ്പൊ ഇവിടെ പൗലോസ് ആരുടെ ബദ്ധനായിരിക്കുന്നു എന്നാ പറയുന്നത്? ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ പൗലോസിനെ വേണമെങ്കിൽ പറയായിരുന്നു, ഞാൻ ആരുടെ ബദ്ധനായിരിക്കും? ആരാ ബദ്ധനാക്കിയത്? കൈസരെ ബദ്ധനാക്കിയല്ലേ? പക്ഷേ പൗലോസ് അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്രിസ്തുയേശുവിന്റെ കൈസറുടെ ബദ്ധനൊന്നും അല്ലല്ലേ, റോമ ചക്രവർത്തിയുടെ ബദ്ധനൊന്നും അല്ല, ഞാന് ക്രിസ്തുവിന്റെ ബദ്ധനായിട്ടാണ് ഈ കാരാഗൃഹത്തിൽ ആയിരിക്കുന്നത്. അപ്പം നമ്മൾ 2-ാം അധ്യായത്തിൽ എങ്ങനെയാ പഠിച്ചത്? നാം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലായിരിക്കുന്നല്ലേ പറഞ്ഞ. പൗലോസും അങ്ങനെ തന്നെയായിരിക്കും നല്ലോണം കരുതിയിരിക്കുന്നത്. കാരണം ഞാനിവിടെ തറവടയിലായിരുന്നെങ്കിലും ഞാനിപ്പോൾ ബദ്ധനായിരിക്കുകയാണ്, പക്ഷെ ഞാൻ സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുകയാണ്. ഉയർപ്പിച്ച് കർത്താവിനെ സ്വർഗത്തിൽ ഇരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആ സ്വർഗത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഈ ബദ്ധപ്പാടുകളുടെ സമയങ്ങളിൽ എപ്പോഴും സന്തോഷിക്കണമെന്ന് പറയാനും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനും അതുപോലെ തന്നെ തന്നെത്താൻ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇരിക്കുവാനും കഴിയത്തുള്ളൂ. അപ്പം പൗലോസിന് അറിയായിരുന്നു ദൈവഹിതത്താൽ അല്ലാതെ മനുഷ്യരുടെ ഒരു വിചാരണ കൊണ്ടും അല്ലെ ഓരോ കഠിന പ്രയത്നം കൊണ്ടും തന്നെ ബദ്ധനാക്കുവാൻ കഴിയില്ല എന്ന് പൗലോസിന് അറിയാവുന്നതുകൊണ്ടാണ് പൗലോസ് ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞത്. നമുക്കറിയാം പൗലോസ് കൈസരിലായിരിക്കുന്ന സമയത്ത് അഗബോസ് എന്ന പ്രവാചകന് പൗലോസിനോട് പറഞ്ഞു, നീ യെരുശലേമിലേക്ക് പോകരുത്,
നീ അവിടെ പോയി കഴിഞ്ഞാൽ കാരാഗ്രഹത്തിൽ നിന്നെ അവിടെ ബന്ധനസ്ഥനാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് എന്തോ പറഞ്ഞത്? ഇല്ല, ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. പൗലോസിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ പൗലോസിന് അറിയാം ഇവിടെ ഒന്ന് പോയാലും താൻ റോമയിൽ സുവിശേഷം അറിയിക്കണം, കർത്താവിനോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതുകൊണ്ട് താനെ ആ പറഞ്ഞതൊന്നും വകവെക്കാതെ താൻ പോവുകയാണ് ചെയ്തത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. അപ്പോസ്തലപ്രവൃത്തി 21:10 കാരണം അപ്പോസ്തലപ്രവൃത്തി 21:10 തനിക്കറിയാം ക്രിസ്തു ദൈവത്തിന്റെ ഹിതത്താലല്ലാതെ ആർക്കും തന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന് തനിക്കറിയാമായിരുന്നു. ഉറച്ച വിശ്വാസം തനിക്കുണ്ടായിരുന്നു. 21:10 ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്നും വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞു എന്റെ ഹൃദയം എങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴേ നമ്മുടെയും ജീവിതത്തിലോട്ടൊരു എത്തിനോക്കായിരിക്കണം. കാരണം നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചു പോകുന്നുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചതെന്നല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം പൗലോസിന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കയില്ല എന്നുള്ളത്. അപ്പം നമ്മളും ചില കാര്യങ്ങളും നിരൂപണങ്ങളും അതും ഇതും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഇതെന്താ സംഭവിക്കാൻ പോന്നെ. ഇല്ല, ദൈവം അനുവദിച്ചിട്ടല്ലാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ശീമോനോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, ശീമോനെ നിന്നെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് ചോദിച്ച അനുവാദം, പക്ഷേ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്, പക്ഷെ ഞാൻ നിന്റെ വിശ്വാസം പൊയ്പോകാരിപ്പം ഞാൻ അതിന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവചനത്തിലൊക്കെയും കാണുവാൻ കഴിയും. എക്സാമ്പിൾ നമുക്ക് ജോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തടവറയിലായിരുന്നല്ലേ, ആ 13 വർഷക്കാലം തടവറയിലായിരുന്ന സമയത്ത് എന്താ ജോസഫ് പറഞ്ഞത്? സഹോദരന്മാരെ അവസാനം കണ്ടപ്പം ഇത് ദൈവം അനുവദിച്ചാന്നാ പറഞ്ഞത്, നിങ്ങൾ എന്നോടൊന്നും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. അത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തന്റെ 10 പുത്രന്മാരും അവരുടെ ഭാര്യമാരും ആ കുടുംബ മക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിയത്തില്ല, ഒരു 10-20 ശവപ്പെട്ടി ഒരു മുമ്പില് വന്ന് ഒറ്റ ദിവസം കൊണ്ട് വന്ന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് യോബ് എന്താ പറഞ്ഞേ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തില് നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതൊക്കെ നമുക്ക് എഴുതി വച്ചിരിക്കുന്ന ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്ക് ലോകാവസാനം വന്നിട്ടിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശനായി ഇത് എഴുതിയിരിക്കുന്നു. സാത്താനാണ് ഇയ്യോബിനെ പരീക്ഷിച്ചത്, പക്ഷെ എല്ലാം ചെയ്ത ഇയ്യോബിനുള്ളതെല്ലാം നശിപ്പിച്ചത്. പക്ഷെ ദൈവം അനുവദിച്ചിട്ടല്ലേ? എന്തുകൊണ്ട് അനുവദിച്ചു? ഇതൊക്കെ അവർ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കും കൂടെ പഠിക്കാനാണ്. നമ്മുടെ ജീവിതത്തിലും എന്ത് സംഭവിച്ചാലും അത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവം നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ദൈവത്തിന്റെ കരവലയത്തിലാണ്. ഇയ്യോബിനോട് പറഞ്ഞതുപോലെ സാത്താൻ കർത്താവിന്റെ മുമ്പിൽ ചെന്ന് എന്നാ പറഞ്ഞേ? നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചേക്കാന്നാ പറഞ്ഞല്ലേ? നമ്മുടെ എല്ലാവരുടെയും ചുറ്റും ദൈവം വേലി കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ദൂതന്മാരെ എന്തിനാ ആക്കിയിരിക്കുന്നത്? രക്ഷ പ്രാപിക്കാൻ ഉള്ളവരുടെ സേവകന്മാരായിട്ട് നമ്മളെ ദൂതന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം കുറെ ദൂതവർഗത്തെ ഉണ്ടാക്കി അവിടെ ഇരുത്തിയേക്കല്ല ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ദൂത സംഘങ്ങളെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഓരോ ആപത്ത് വരുന്നുള്ളൂ. എത്രത്തോളം ആപത്തുകൾ നമുക്ക് വരാമായിരുന്നു. നമ്മൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്, നമ്മൾ പോകുന്നവരാണ്. നമ്മൾ സൂക്ഷിച്ചിട്ടാണോ നമ്മൾ വണ്ടി ഓടിച്ച് രക്ഷ പ്രാപിച്ചു പോകുന്നത്? ദൈവത്തിന്റെ കൃപയാലല്ല. നമ്മൾ എത്ര സ്ട്രൈറ്റ് ആയിട്ട് ഓടിച്ചോണ്ട് പോലും എന്തെങ്കിലും കള്ളു കുടിച്ചോ നമ്മുടെ പുറകെ വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായല്ലേ? അപ്പൊ അങ്ങനെ ഒന്നുമല്ല. ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാ, നമ്മൾ കല്ലിൽ തട്ടിപ്പോകാതെ കൊണ്ടാണ് ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും, അത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. എങ്കിലും
നമ്മൾക്ക് പരീക്ഷകളിലൂടെ കടന്നു പോയാലേ നമുക്ക് അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് പറയുന്നുണ്ട്. നമ്മൾ പൗലോസിനെ പോലെ നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ഓരോ കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസ പദത്തിൽ കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കർത്താവേ ഇത് എനിക്ക് എന്തിനു വേണ്ടിയാന്നൊന്നും അങ്ങനെയല്ല ചോദിക്കേണ്ടത്. കുശവന് കളിമണ്ണിന്മേൽ അധികാരമുണ്ട്. അയ്യോ മനുഷ്യ, എന്താ പറയുന്നത്, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞതിനോട് നിന്നെ ചമച്ചത് എങ്ങനെയെന്ന് കുശവന് അതേ പിണ്ടത്തിന് ഒരു പാത്രം ഒരേ പിണ്ടത്തിന്റെ ഒരു പാത്രം മാനത്തിനും ഒരു പാത്രം നിന്നയ്ക്കും ഉണ്ടാക്കുവാൻ കുശവന് അധികാരമുണ്ട്. ദൈവത്തിനും നമ്മൾ അധികാരമുണ്ട്. ദൈവം നമ്മെ എല്ലാം തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്തവരാ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം മക്കളാ. കണ്ണിനെ കൃഷ്ണമണി പോലെ ദൈവം കാത്തു സൂക്ഷിക്കുന്നവരാ. നമുക്കൊരു കേടും തട്ടാതെ വിശുദ്ധരും നിർമ്മലരുമായി ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് വെച്ച് നമ്മളെ ആരിലും കൊണ്ടുപോകാനായിട്ട് ദൈവം അനുവദിക്കുന്നതേ അല്ല. ഞാനിപ്പോഴും പറയുന്നത് പോലെ ദൈവം നമ്മുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കൈ അയച്ചു വിടാതിരുന്നാൽ മാത്രം മതി. നമ്മൾ കൂടെ നിൽക്കുക ദൈവത്തോടു കൂടെ. എന്ത് വന്നാലും ദൈവത്തിന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു നാളും ദൈവം നമ്മെ ഉപേക്ഷിക്കുക ഒന്നുമില്ല. ഇവിടെ നമ്മള് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. നൊടി നേരത്തേക്കുള്ള ഈ ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന്റെ ഘനം ഞങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയായി തീരുമെന്നാ പറഞ്ഞത്. അപ്പൊ പൗലോസിന് തീർച്ചയായും അറിയാം ഈ കഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നത് അത് തന്റെ തന്റെ നല്ലതിനു വേണ്ടിയും ദൈവത്തിന്റെ രാജ്യ മഹത്വത്തിന് വേണ്ടി മാത്രമാണെന്ന് പൗലോസിന് അറിയാം. ഒന്ന് വായിച്ചു വിടാൻ 2 കൊരിന്ത്യർ 4:8 മുതലുള്ള വാക്യങ്ങൾ പലപ്പോഴും വായിക്കാറുള്ളതാണ്. എങ്കിലും തന്റെ എല്ലാ കഷ്ടതകളുടെയും നടുവിൽ താൻ പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്ന കഷ്ടായി പോവുകയാണ്. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്ന, എന്നാൽ 4 സൈഡിൽ നിന്നും ഞങ്ങൾക്ക് ദുഃഖവും പ്രയാസങ്ങളും മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടാണ്? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. എന്നിട്ട് നമുക്ക് ആ ബാക്കി വാക്യങ്ങൾ 15-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. 15-ാമത്തെ വാക്യം, കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടത് സകലവും നിങ്ങൾ നിമിത്തം. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതല്ല, അത് ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം അനുഭവിക്കാനായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. അപ്പം ഇത്രത്തോളം പൗലോസിന് കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടായിട്ട് ഏത് നേരത്തും കഷ്ടമില്ലാത്ത ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല അല്ലേ? തന്റെ ജാതിക്കാരുടെ കയ്യിൽ നിന്നും അതുപോലെ ജാതികളുടെ കയ്യിൽ നിന്നും എല്ലായിടത്തു നിന്നും എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാൻ തോന്നിയ നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. കൊടിയ കഷ്ടമൊന്നുമല്ല, ലഘുവായ കഷ്ടം അല്ലെ? എത്ര കഷ്ടതകളാ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ആപത്തുകളാണ്. അതിന്റെയൊക്കെ നടുവിൽ പറയാൻ ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അപ്പം പൗലോസ് എന്തിനു വേണ്ടിയാ ബദ്ധനായിരിക്കുന്നത്? സുവിശേഷം അറിയിച്ചതിനു വേണ്ടി, ജാതികൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നു. ജാതികളിലേക്കാണ് തന്നെ സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം വിളിച്ചത്. യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ തനിക്ക് എത്രയൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചതിനാൽ തനിക്ക് ഇത്രത്തോളം കഷ്ടവും അനുഭവിക്കേണ്ട, തന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നു. നമുക്ക് ഇനി 2-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അതുകൊണ്ട് പൗലോസ് എന്ന ഞാൻ ജാതികൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. 1-ാമത്തെ വാക്യം. 2, നിങ്ങൾക്കായി എനിക്കു ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
ഇവിടെ നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്, പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ, ദൈവകൃപയുടെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരിക്കുന്നു. അപ്പം ഈ ശുശ്രൂഷയെ പൗലോസ്, അല്ലെ തന്റെ ശുശ്രൂഷയെ പൗലോസ് പറയുന്ന ദൈവകൃപയുടെ വ്യവസ്ഥ എന്നാണ്. ദൈവകൃപ, കൃപയാലാണ് താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൈവകൃപ മറ്റുള്ളവരിലേക്കും കൂടെ കൈമാറുവാനായിട്ട് താൻ കാര്യസ്ഥനായിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം പുതിയ നിയമത്തിലെ വലിയ സത്യങ്ങളെ ജാതികൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെ പറഞ്ഞു കൊടുക്കുവാൻ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ആ ദൈവകൃപയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ കാര്യസ്ഥനായിരിക്കും. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവൻ. മറ്റുള്ളവർക്ക് വേണ്ടി, ആ ജാതികൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ആ ദൈവത്തിന്റെ വലിയ കൃപയെക്കുറിച്ച് പറയുവാനും ക്രിസ്തുവിന്റെ സത്യങ്ങളെ കുറിച്ച് ജാതികൾക്ക് വേണ്ടി ജാതികളെ അറിയിക്കാനുമായിട്ടാണ് തനിക്ക് ഈ കൃപ ലഭിച്ചത്. നമുക്കറിയാം, പൗലോസിനെ പറ്റി പറയുമ്പോൾ ആ കൃപയെക്കുറിച്ച് അല്ലാതെ പറയാനായിട്ട് ഒന്നുമില്ല, അല്ലേ? ഞാൻ പറയും പൗലോസിനെ കൃപയെക്കുറിച്ച് പറയാന് 1000 നാവാന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ 1ഉം 2ഉം വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, താൻ ബദ്ധനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. എന്നൂടെ പറയാൻ, താൻ ബദ്ധനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് താൻ ബദ്ധനായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിന് പറയാൻ കാരണമുണ്ട്. ഇവിടെ തന്നെയല്ല നമുക്ക് പറയാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 9-ാം വാക്യം നമ്മൾ എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്ന വാക്യമാണ്. പക്ഷെ അതിന്റെ അവസാനം നമ്മൾ വായിക്കാൻ ഇച്ചിരി മറന്നു പോകും, അല്ലെ? ഞാൻ ഇത് വായിക്കാം. അതിസന്തോഷത്തോടെ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നോട് 12:9, 2 കൊരിന്ത്യർ 12:9, അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ എല്ലാം അവിടെ കൊണ്ട് നമ്മൾ എല്ലാവരും നിർത്തുമല്ലേ? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിന്റെ താൻ ബദ്ധനായിരിക്കുന്നത് ഞാൻ അതിസന്തോഷത്തോടെ പ്രശംസിക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കൈയേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അപ്പം ദൈവത്തിന്റെ കൃപയാലാണ് താൻ ബദ്ധനായിരിക്കുന്നത് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. തന്റെ ശുശ്രൂഷയുടെ ഏത് നേരത്തും പൗലോസ് പറയുന്നത് താൻ ദൈവത്തിന്റെ കൃപയാലാണ് ആയിത്തീർന്നത്. ഒന്നിനും യോഗ്യതയില്ലാത്തവനായിരുന്നു എന്ന് പറയുന്നു. ഇവിടെയും തന്നെ പറഞ്ഞു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്കെന്ന പൗലോസ് ഇവിടെ പറയുന്നത്, അല്ലെ? നമ്മള് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. തന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ താൻ എങ്ങനെയാ പറയുന്നത്? ദൈവസഭയെ ഉപദ്രവിച്ചവനാ, ഒന്നിനും കൊള്ളാതിരുന്നവനെ ദൈവം തെരഞ്ഞെടുത്തു എന്നാ പറയുന്നത്. ഒന്ന് വായിച്ചു വിടാം. ഗലാത്യ ലേഖനം 1-ന്റെ 13ഉം 14ഉം 15ഉം വാക്യങ്ങൾ. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്ത എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരെ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഒരിക്കലും ദൈവം വിളിക്കാൻ കൊള്ളാത്തവനായിരുന്നല്ലേ? ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിച്ചു. അങ്ങനെയുള്ള എന്നെ വിളിച്ചേക്കുന്നേ. 15-ാമത്തെ വാക്യം, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചു തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളോട് അറിയിക്കേണ്ടതിന് എന്നെ അവനിൽ പ്രസാദിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ? ആ ദൈവം തന്നെ തെരഞ്ഞെടുത്ത്, ഒരിക്കലും താൻ നിഷ്ഠൂരനായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ? തിമോഥെയോസിനല്ലേ എന്താ പറയുന്നത്? താൻ നിഷ്ഠൂരനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരാളെ ദൈവം തിരഞ്ഞെടുത്തത് തന്നെ
പൗലോസിന്റെ എന്തെങ്കിലും കൊണ്ടാണോ ദൈവം തിരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ കൃപയാലാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ തന്റെ ശുശ്രൂഷയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ 2 കൊരിന്ത്യർ 4 അധ്യായത്തിൽ പറയുന്നുണ്ട്, അതും കരുണ ലഭിച്ചിട്ട് തനിക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ എന്നാ പറയുന്നത് അല്ലെ. വായിച്ചു വിടാം. 2 കൊരിന്ത്യർ 4:1 എപ്പോഴും വായിക്കുന്ന വാക്യങ്ങളാ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരും കൈകാര്യം ചെയ്യുന്നവരും അല്ലെ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നവരെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയുന്ന ആ ഒരു കരുണ ലഭിച്ചിട്ടു തനിക്ക് കരുണ ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ കിട്ടിയെന്ന് മനസ്സിലായാൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ ഒന്നും പ്രയോഗിക്കത്തില്ല, ദൈവത്തെ കൂട്ടുചേർക്കത്തില്ല, സത്യം തന്നെ പറയുമല്ലേ. അങ്ങനെ തങ്ങളെ ദൈവം കരുണയാലാണ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അറിയാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും ആയിരിക്കാം ഇപ്പോഴത്തെ പുൽപ്പിറ്റുകളിലെല്ലാം മായം ചേർന്ന വചനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. മായം ചേർക്കാത്ത സംഭവങ്ങൾ കുറവാ. എന്തുകൊണ്ടാ? തങ്ങളെ ദൈവം എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്, തങ്ങൾ എവിടെ ആയിരുന്നു, ആ ഒരു കരുണ ലഭിച്ചിട്ടാണ് തങ്ങൾക്ക് ശുശ്രൂഷ ലഭിച്ചത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. ദൈവം എല്ലാവരുടെയും കണ്ണു തുറക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപ്രതിമയ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം വിളയിക്കാതിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, വിശ്വാസികളുടെയും മനസ്സ് കുരുടാക്കി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തിരിക്കുക. എപ്പോഴും നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് നോക്കണം, നമ്മൾ എവിടെ ആയിരുന്നു എന്നുള്ള കാര്യം അല്ലെ. ദൈവത്തോട് സമാധാനം ഉള്ളവരാക്കി തീർത്തു. ആ ഒരു അവസ്ഥ പൗലോസിനത് എപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു സ്വർഗത്തിന്റെ ഉന്നതിയിലായിരുന്നിട്ടും കാരാഗൃഹത്തിന്റെ അവസ്ഥയിലായിരുന്നിട്ടും താൻ പറയുന്നുണ്ട്, എനിക്ക് സമ്പന്നനായിരിക്കാൻ അറിയാം, എനിക്ക് ദാരിദ്ര്യത്തിൽ ഇരിക്കാനും അറിയാം, ഞാൻ എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. തടവറയിൽ ഇരുന്നാലും സ്വർഗോന്നതികളുടെ അവസ്ഥയിലായിരുന്നാലും പൗലോസിന് മാറ്റം വരുന്നില്ല. ഞാൻ ക്രിസ്തു നിമിത്തം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ചവറെന്ന് എണ്ണുന്നു എന്നല്ല. അങ്ങനെയല്ലേ, എല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവനിൽ ഇരിപ്പാനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പ് പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ ക്രിസ്തുവിന്റെ സകലവും ഛേദമെണ്ണ അല്ലെങ്കിൽ ചവർ എന്ന് എണ്ണിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇങ്ങനെ തൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധമുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഞാൻ എവിടെ ആയിരുന്നു? ദൈവസഭയെ ഉപദ്രവിച്ചവനാ. ആ സകല വിശുദ്ധന്മാരെന്ന് പറയുന്നത് സാധാരണ ഒരു കേവലം വിശ്വാസി, ആ വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. തീമോഥെയോസിന്റെ ലേഖനം പറയുന്നുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്നാ പറയുന്നത്. വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് പറയാം തന്റെ അവസാന കാലത്ത് പാപികളിൽ ഒന്നാമനെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് നമുക്ക് ടെക്സ്റ്റിലേക്ക് കടന്നു വരാം. അപ്പൊ എവിടെ എഫേസോസിലെ വിശ്വാസികളോട് താൻ പറയുകയാണ്, താൻ ആ ദൈവകൃപയുടെ വ്യവസ്ഥ പ്രകാരം ദൈവം എനിക്ക് ആ ഒരു കൃപയിലെ ശുശ്രൂഷയിലേക്ക് ആക്കി തീർത്തു. ആ ദൈവകൃപ നിങ്ങളോടും അറിയിക്കുവാനായിട്ട് ദൈവം എനിക്ക് കാര്യസ്ഥനായി നിയമിക്കുകയാണ്. അതുമൂലം ഞാൻ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരുന്നു, എനിക്ക് ഒന്നിനും യോഗ്യതയില്ലായിരുന്നു. അപ്പൊ അവരോടും പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നും യോഗ്യതയില്ലാത്തവരാണ്, നിങ്ങളെയും ദൈവം ഈ അവസ്ഥയിലേക്ക് ആക്കി തീർത്തു. അപ്പം എഫേസോസിലെ വിശുദ്ധന്മാരോട് പറയുകയാണ്. അപ്പം തന്നെ കുറിച്ച് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് താൻ ജാതികളിലേക്ക് ദൈവത്തിന്റെ വചനം അറിയിക്കുക എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ വാക്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ വാക്യം, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം മീതെ ചുരുക്കത്തിൽ എഴുതിയ പോലെ എന്ന് പറഞ്ഞാൽ താൻ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അത് നിമിത്തം
എനിക്ക് വെളിപ്പാടിനാൽ എന്താ പറഞ്ഞ ഒന്നും രണ്ടും അധ്യായങ്ങൾ എഴുതിയത്. അപ്പം ഞാൻ മീതെ ചുരുക്കത്തിൽ, അതാ ചുരുക്കത്തിൽ എഴുതിയെന്ന് പറയുന്നത്, വെളിപ്പാടിനാൽ. കാരണം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ മർമ്മം എന്താ? ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം. ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം എന്ന് പ്രത്യേകിച്ച് നാം പറയുമ്പോഴേ യഹൂദന്മാരും ജാതികളും ഒരുപോലെ ഏകാത്മാവിനാൽ ക്രിസ്തുവിൽ ഒരു ശരീരമായി അല്ലെങ്കിൽ ദൈവസഭയുടെ ഭാഗമായി തീർന്നു എന്നുള്ള മർമ്മം അറിവായി വന്നു. അത് വെളിപ്പാടിനാലാണ് തനിക്ക് അറിയായി വന്നത്. ഗലാത്യ ലേഖനത്തെ 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, ഞാൻ അറിയിക്കുന്ന സുവിശേഷം മാനുഷികമല്ല, ഞാനത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമല്ല, ഞാൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര എനിക്കിത് പ്രാപിച്ചതെന്ന് അവിടെയും പറയുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് താൻ ഇത് പ്രാപിച്ചത്. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുക നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. അപ്പൊ എനിക്കിത് വെറുതെ കിട്ടിയതൊന്നുമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് പറയുന്നതല്ല, വെളിപ്പാടിനാലാണ്, ദൈവം എനിക്ക് പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് അത് പറയുന്നത്. ഞാൻ വെറും ഒരു മെസ്സഞ്ചർ മാത്രമാണ്, ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറയുന്നു. 3-ന്റെ നമ്മള് 3:3 3:3. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തില് 25 മുതലുള്ള വാക്യങ്ങളിലും പറയുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ മർമ്മം അറിയിക്കാൻ ഞാൻ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചു പോകാം നമുക്ക് മുമ്പോട്ട്. 1:20 കൊലോസ്യ ലേഖനം 1:25. നിങ്ങൾക്ക് വേണ്ടി ജാതികളായ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷക്കാരനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്നെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നത്. ആ മർമ്മം ജാതികളോട് അറിയിക്കാൻ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി, അതുകൊണ്ട് ഞാൻ അത് അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. 4-ാമത്തെ വാക്യം. നിങ്ങൾ ഇത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അത് നിങ്ങൾ വായിച്ചാൽ, മീതെ എഴുതിയിരിക്കുന്നതൊക്കെ ചുരുക്കത്തിൽ ഞാൻ എഴുതിയിരിക്കാം. 1-ഉം 2-ഉം അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും, അല്ലെ? ആ മർമ്മം എന്താണെന്ന് താൻ വിവരിച്ചിരിക്കുന്ന 5-ഉം 6-ഉം വാക്യങ്ങളിലാണ്. 5-ഉം 6-ഉം വാക്യങ്ങൾ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. മർമ്മം എന്താണ്? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അതാണ് മർമ്മം. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം താൻ 1-ഉം 2-ഉം അധ്യായങ്ങളിൽ പറഞ്ഞു. ആ മർമ്മം എന്ന് പറഞ്ഞാൽ അത് പണ്ടുള്ള പൂർവ്വകാലത്തുള്ള ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഒന്നും അത് അറിവായി വന്നിരുന്നില്ല എന്നാണ് താൻ ഇവിടെ പറയുന്നത്. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ട് വന്നതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് വെളിവാകുന്നില്ല. പൂർവ്വകാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് ഉള്ള കാലത്തെ മനസ്സിലായിരുന്നില്ല. അപ്പം മശിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. മശിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മെശിയാവിന്റെ പുസ്തകത്തിലും യെരമ്യാവിന്റെ പുസ്തകത്തിലും എഹെസ്കേലിന്റെ പുസ്തകത്തിലും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ജാതികൾ രക്ഷയെങ്കിലേക്ക് വരുമെന്നുള്ളതും അവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ ജാതികളും യഹൂദന്മാരും ഒരുമിച്ച് ആ ഒരു സഭയുടെ ഭാഗമായി തീരും എന്നുള്ള മർമ്മമായിരുന്നു അവിടെ ഇല്ലാതിരുന്നത്. ജാതികളെ കുറിച്ചുകൊണ്ട് ജാതികൾ രക്ഷയിലേക്ക് വരും എന്നുള്ളതുകൊണ്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ യെശയ്യാവിൽ നിന്ന് താൻ അത് കോട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. അപ്പം എന്തായിരുന്നു ഇല്ലായിരുന്നു? ജാതികളെ കുറിച്ചുള്ളതുണ്ടായിരുന്നു, ജാതികൾ മാനസാന്തരപ്പെടുക എന്നുള്ളതുണ്ടായിരുന്നു, രക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജാതികളും യഹൂദന്മാരും ക്രിസ്തു എന്ന ഏക ശരീരത്തിൽ ഒരു സഭ എന്നുള്ള മർമ്മം അവിടെ ഇല്ലായിരുന്നു. വായിക്കാം റോമാലേഖനം 15:9. ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷണക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. അതുകൊണ്ട് ജാതികൾ
അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തെ സ്തുതിപാടുമെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവന്റെ ജനത്തോടൊന്ന് ചാഞ്ഞപ്പിനെന്നും പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു. ഇശായിയുടെ പേരും ജാതികളെ ഭരിക്കാൻ എഴുന്നേൽക്കുന്നവനുമായവനുണ്ടാകും, അവന്റെ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നും പറയുന്നു. കാരണം ഇതെല്ലാം ജാതികൾക്ക് ദൈവത്തിങ്കിലേക്ക് വരുമെന്ന് ഉണ്ട്, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ ജാതികൾ ക്രിസ്തുവിന്റെ ആ ഒരു സഭയുടെ ഭാഗമായി തീരും, അല്ലെ സഭയെക്കുറിച്ചുള്ള ആ ഒരു വെളിപ്പാടായിരുന്നു പഴയ നിയമത്തെ പൂർവന്മാർക്ക് ലഭിക്കാതിരുന്നത്. അത് ഇപ്പോൾ ലഭിച്ചത് പുതിയ നിയമ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ്. അത് പോളിന് മാത്രമല്ല, മറ്റുള്ള അപ്പോസ്തലന്മാർക്കും എല്ലാം അത് ലഭിച്ചിരുന്നു. കൊലോസ്യ ലേഖനം 1:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ താന് പറയുന്നു, അത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു. അവിടെ നിന്നൂടെ വായിച്ച് നമുക്ക് പോകാം. അവൻ സഭ എന്ന 1:18 കൊലോസ്യ ലേഖനം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യനുമായി എഴുന്നേറ്റവനുമാവുന്നു. അവനിൽ സകല സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൻ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനോട് നിരപ്പിപ്പാനും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം പണ്ട് മറഞ്ഞിരുന്ന മർമ്മം ഇപ്പോൾ അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നമുക്ക് വെളിവാക്കി തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സഭ എന്ന മർമ്മം, അല്ലെ ക്രിസ്തുവിൽ യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ ഏക ശരീരസ്ഥരായിത്തീരും എന്ന മർമ്മമാണ് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത് എന്ന് പറയുന്നത്. സഭ എന്ന പദം എക്ലീഷ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എക്ലീഷ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ചർച്ച് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂടിവരൽ, സംഘം ചേരൽ, സമ്മേളനം എന്നതാണ് അതിന്റെ അർത്ഥം. കൂടിവരൽ, സംഘം ചേരൽ, ഒരുമിച്ച് കൂടി വരുന്ന ഒരു സംഘം അല്ലെ ഒരു സമ്മേളനം എന്നാണ് പറയുന്നത്. പുതിയ നിയമസഭയെ കുറിച്ചാണ് കൂടുതലായും സഭ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിനെ കുറിച്ചാണ് സഭ എന്ന് പറയുന്നത്. ഇസ്രയേലിലെ മരുഭൂമിയിലെ സഭ എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 7:38 പറഞ്ഞിരിക്കുന്നു. ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞ മരുഭൂമിയിലെ സഭ എന്ന് പറഞ്ഞ് അത് ഒറ്റ പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 7:38. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. അപ്പം മരുഭൂമിയിലെ സഭ എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒറ്റ പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 19:32 41 ജനസംഘം എന്ന അർത്ഥത്തിൽ സഭ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വായിച്ചു വിടാം. അപ്പോസ്തലപ്രവൃത്തി 19:32. ജനസംഘം കലക്കത്തിലായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ അങ്ങനെയും ആർത്തു. 41 ഇങ്ങനെ പറഞ്ഞു അവർ സഭയെ പിരിച്ചുവിട്ടു. അപ്പൊ ജനസംഘം എന്ന രീതിയിലാണ് അവിടെ സഭ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:18 പറയുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു എന്ന് പറയുന്നു. അപ്പം സഭ ഏത് ക്രിസ്തുവിന്റെ ക്രിസ്തു തലയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ് യഹൂദന്മാരും യവനന്മാരും ഒരുമിച്ച് ചേർന്ന ഒരു സംഘം എന്ന് പറയുന്നത് സഭ. ഇനി നമുക്ക് 6ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 6ാമത്തെ വാക്യം. അപ്പം ആ മർമ്മം ഇപ്പോൾ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഇപ്പോൾ അറിവായി വന്നതുപോലെ പൂർവ്വകാലങ്ങൾക്ക് അറിവായി വന്നിരുന്നില്ല. കാരണം അവര് ജാതികളെ കുറിച്ച് അറിയാമായിരുന്നു. അവർക്കൊരു നിഴല് മാത്രമായിരുന്നു മശിഹ വരുമെന്നും ഒക്കെ അവർക്ക് അറിയാമായിരുന്നു. എങ്കിലും ആ മശിഹ മൂലം ജാതികളും യഹൂദന്മാരും ഒരുമിച്ചൊരു സഭയുടെ അംഗങ്ങളാവുമെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അതൊരു മർമ്മമായിരുന്നു. അതോ 3:6 അതോ ജാതികൾ
സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. ജാതികൾ, ആ വലിയ മർമ്മം എന്ന് പറഞ്ഞ് ജാതികൾ സുവിശേഷത്താൽ, നമുക്കറിയാം ജാതികളെ കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ അവർക്ക് സുവിശേഷമില്ല, ഒന്നുമില്ല അല്ലെ. അവരാരായിരുന്നു? ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രയേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യർ, പ്രത്യാശയില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നല്ലേ. അങ്ങനെയുള്ള ജാതികളെ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആക്കി തീർത്തു. അപ്പൊ ഒന്നിനും അവകാശികൾ അല്ലായിരുന്നു. നമ്മൾ 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞു. കാരണം അവർക്ക് ഒരു അവകാശത്തിനും കാരണം ഇല്ലായിരുന്നു. അവര് യഹൂദ സംബന്ധിയോട് ബന്ധമില്ല. യഹൂദന്മാർക്കായിരുന്നു എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നത്. ഇവിടെ പറയുന്നു യഹൂദ വിശ്വാസികൾക്കൊപ്പം ക്രിസ്തുവേശുവിൽ അവര് കൂട്ടവകാശികളായി തീർന്നു. അവർ ഏക ശരീരസ്ഥരായിരുന്നു. ആ ക്രിസ്തുവിന്റെ ശരീരമായ ഏക സത്യസഭയുടെ അംഗങ്ങളായി തീർന്നു. വാഗ്ദത്തത്തിന് പങ്കാളികളായി തീർന്നു. കാരണം വാഗ്ദത്തത്തിന് പങ്കാളി എന്ന് പറഞ്ഞാൽ രക്ഷ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെയൊന്നും യഹൂദന്മാർക്ക് മാത്രം പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു. അതെല്ലാം ജാതികൾക്കും ആയി തീർന്നു എന്ന് കാണുന്നു. അപ്പം വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതിയും ക്രിസ്തുവിൽ ഒന്നായി ചേർന്നു. ആ യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. 1-ാമത്തതിലേക്കൊന്ന് നമുക്ക് പോകാം. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിലുള്ള സകല അവകാശങ്ങൾക്കും കൂട്ടവകാശികൾ. നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികളുമാകുന്നു. ഗലാത്യ ലേഖനം 3:27-28 പറയുന്നുണ്ട്, അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശങ്ങളും ആകുന്നു. കാരണം യഹൂദന്മാർക്ക് മാത്രമായിരുന്നു അബ്രഹാമിന്റെ അവകാശം വാഗ്ദത്തം ചെയ്തത്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ജാതികളും അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആയിത്തീർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3:27 ഗലാത്യ ലേഖനം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അബ്രഹാമിന്റെ സന്തതി എന്നുള്ള പദവി ഉണ്ടായിരുന്ന യഹൂദന്മാർക്കായിരുന്നു അല്ലെ. അത് ഇപ്പം വിശ്വാസികളുടെ പിതാവ്, അവരുടെ പിതാവായിരുന്ന അബ്രഹാം ഇപ്പം ക്രിസ്തുവേശുവിലുള്ള എല്ലാവരുടെയും പിതാവായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാമത്തെ കാര്യം നമ്മളിവിടെ കാണുന്നത് ഏക ശരീരസ്ഥ. നമ്മൾ പഠിച്ചതായ യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായി തീർന്നു. എഫേസ്യർ 4:1 ഇങ്ങനെ പറയുന്നു, 4:4 ഇങ്ങനെ പറയുന്നു, വായിക്കണ്ട, ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ശരീരം, ഏക ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. ഇനി 3-ാമത് നമ്മളിവിടെ കാണുന്ന ക്രിസ്തുവേശുവിൽ വാഗ്ദത്തത്തിന്റെ പങ്കാളികൾ ആയിത്തീർന്നു. വാഗ്ദത്തത്തിന്റെ നമുക്കറിയാം, ഒന്നാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നല്ലേ. അപ്പം വാഗ്ദത്തത്തിന്റെ അവകാശത്തിന് പങ്കാളികളായിത്തീർന്നു. അപ്പൊ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഒരു ഇരുപക്ഷക്കാർക്കും ഒരു വ്യത്യാസവുമില്ല. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം സഭയൊക്കെയും കർത്താവിന്റെ ശിഷ്യന്മാരും അവർ ഏകദേശം 120 പേർ അടങ്ങുന്ന ഒരു സംഘം മാളികമുറിയിൽ കൂടിയിരിക്കുകയും പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ ആത്മാവ് വരികയും അതുപോലെ തന്നെ അവർ അന്യഭാഷ സംസാരിക്കുകയും ആത്മാവിനാൽ ഒരു നിറവരനുഭവിക്കുകയൊക്കെ ചെയ്തു അല്ലെ. പക്ഷെ ആ കുറെ കാലത്തേക്ക് അവരെ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ആയിരുന്നു സുവിശേഷം അറിയിച്ചതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹൂദന്മാരോട് മാത്രം. അത് കഴിഞ്ഞ ദൈവം 6-ാമത്തെ അധ്യായം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി. അവിടെ ദൈവം അവരെ ചിതറിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞാണ് അവർ ജാതികളിലേക്ക് പോയപ്പോൾ അവരുടെ ഇടയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണുവാനായിട്ട് കഴിഞ്ഞു. അതൊക്കെ അവർക്ക് ഭയങ്കര അതിശയമായിരുന്നു. നമുക്കറിയാം പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഒരു വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി 15:7 വായിക്കാം.
അപ്പൊ യഹൂദന്മാർക്ക് മാത്രമായിരുന്നു അവർക്ക് ആ ആത്മാവിനെയൊക്കെ കിട്ടി അവർ ആ സന്തോഷം കൊണ്ടിരിക്കുക. അപ്പം ജാതികളിലേക്ക് പോകാനൊക്കെ അവര് മടിച്ചിരുന്നപ്പോൾ ദൈവം അവര് ജാതികളുടെ ഇടയിലേക്ക് അയക്കുകയും അവർക്ക് കൊടുത്തതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ജാതികളിലും ദൈവം കൊടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വായിക്കാം 15:7. സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ടു വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. അല്ലെ, നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. 9-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ യഹൂദന്മാരുടെ ഇടയില് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന പത്രോസ് ജാതികളുടെ ഇടയിലും സുവിശേഷം അറിയിക്കാനായിട്ട് പോയപ്പോഴേ യഹൂദന്മാരിൽ നിന്ന് ഒരു എതിർപ്പുണ്ടായപ്പം പത്രോസ് പറയുകയാണ് ചെയ്യുന്നത്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. അവർക്കും നമുക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം യഹൂദന്മാർക്കും ഉള്ളതുപോലെ കിട്ടിയതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ജാതികൾക്കും കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അവർ ക്രിസ്തുയേശുവിൽ ഒന്നായി തീർന്നു, വാഗ്ദത്തത്തിന്റെ അവകാശം പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യലേഖനം 3:14 ഇങ്ങനെ പറയുന്നുണ്ട്, ഗലാത്യലേഖനം 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനെ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസാൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലാണ് ജാതികൾക്ക് വന്നിരിക്കുന്നത്. നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസാൽ പ്രാപിപ്പാൻ തന്നെ. ആത്മാവിനെ പ്രാപിക്കുന്ന വിശ്വാസത്താലാണ്. അപ്പം ആ സുവിശേഷത്താൽ ആ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകരുന്നു. യഹൂദന്മാരെന്നില്ല, യവനന്മാരെന്നില്ല, ആരും ഒരു ഭാഷ ഭേദം, ജാതി, വർഗ ഭേദമില്ലാതെ എല്ലാവരിലും ദൈവം വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. അപ്പം ജാതികൾക്ക് ഒന്നുമില്ലാത്തവരായിരുന്നു, അവർക്ക് രക്ഷയ്ക്കുതകുന്ന ഒരു നിയമങ്ങളും അവർക്കില്ലായിരുന്നു. അങ്ങനെയുള്ള അവരെ സുവിശേഷത്താൽ, ക്രിസ്തുവിന്റെ വചനത്താൽ രക്ഷ മുതൽ തേജസ്കരണം വരെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവർ അവകാശികളായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ. അവർ സുവിശേഷത്താലാണ് ഒന്നായി തീർന്നത്. നമ്മള് എഫെസ്യ ലേഖനം 1:13-14 വാക്യങ്ങളാ പറയുന്നത്. അവനിൽ നിങ്ങൾക്കും, വായിക്കാം, എഫെസ്യ 1:13-14 നമ്മൾ വായിച്ചതാണ്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ വചനം കേൾവിയിലൂടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, വചനത്തിലൂടെ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ആ വചനത്താലാണ് ആത്മാവിനെ ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയായിരുന്നു. മറ്റു ജാതികളെല്ലാം അവരാൽ തള്ളപ്പെട്ടവരായിരുന്നു. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ വേണ്ടിയാണ് അവരെ കൊണ്ടുവന്നത്. അവർക്ക് ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ എന്തായിരുന്നു? ഭൂമിയിലെ താൽക്കാലിക അനുഗ്രഹങ്ങളായിരുന്നു അവർക്കുള്ളത്, അല്ലെ? ഇപ്പം പുൽപ്പിറ്റുകളിലൊക്കെ പ്രസംഗം കേൾക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി അല്ല, ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായമാണ്, അല്ലെ? എല്ലാ അനുഗ്രഹങ്ങളും വെച്ചിരിക്കുന്നുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും. പക്ഷെ അവർക്ക് താൽക്കാലികമായ അനുഗ്രഹങ്ങളായിരുന്നു, ഭൂമിയിലെ അനുഗ്രഹങ്ങളായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നത് യഹൂദനായാലും ജാതിയായാലും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ആ ദൈവം നിറച്ചിരിക്കുന്നത്. അത് ഭൂമിയിലുള്ളതല്ല, അത് സ്വർഗത്തിലുള്ളതാണ്. യഹൂദന്മാർക്ക് വെച്ചിരുന്ന അനുഗ്രഹം എന്തായിരുന്നു? ഭൂമിയിലുള്ള അതായിരുന്നു അവർ പ്രാപിച്ചിരുന്നത്, അവരതായിരുന്നു ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ അതാ ആഗ്രഹിക്കുന്ന ദൈവം നമുക്കത് തരും. പക്ഷെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലുമാണ് പുതിയ നിയമത്തിൽ, അല്ലെ, സഭയുടെ അംഗങ്ങളായി തീർന്ന ഓരോ വിശ്വാസിക്കും ദൈവം വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ സകല
അനുഗ്രഹങ്ങൾക്കും ക്രിസ്തുവിലുള്ളവർക്കാണ് ലഭിക്കുക. അതിന് പക്ഷെ എല്ലാത്തിനും ആധാരമായിരിക്കുന്നത് സുവിശേഷമാണ്. സുവിശേഷമാണ്, ക്രിസ്തുവിന്റെ സുവിശേഷത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെടുന്നവർക്കാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് സ്വർഗത്തിലെ സകല ആത്മാവിന്റെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയപ്പെടുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1:8 കാണുന്നു, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ, അത് സുവിശേഷത്താലാണ് ശക്തി ലഭിക്കുന്നത്. സുവിശേഷത്താലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത്. ആദ്യം ദൈവം സുവിശേഷത്താൽ ഇന്നും ഓരോരുത്തരെയും സഭയുടെ അംഗങ്ങളാക്കി ചേർത്തുകൊണ്ടേയിരിക്കുന്നു. അത് യഹൂദനെന്ന് വ്യത്യാസമില്ല, ജാതികളെന്ന് വ്യത്യാസമില്ല. കർത്താവിൽ വിശുദ്ധ മന്ദിരമായി ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലന്മാര്, യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മെ ഓരോരുത്തരെയും വെച്ചിരിക്കുന്നു. ഇന്ന് ഓരോ ദിവസവും മന്ദിരത്തോട് കല്ലുകൾ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്നുവരെ കാണും? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നതോളം, കർത്താവിന്റെ മടങ്ങി വരവ് വരെയും അത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്നത്, അത് റോമാലേഖനത്തിലും 10-ാം അധ്യായത്തിലും പറയുന്നത്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. കാരണം നന്മ സുവിശേഷിക്കുന്നവർ എന്തുവാ ചെയ്യുന്നത്? അവരെ ക്രിസ്തുവിന്റെ സഭയിലേക്ക് ഓരോരുത്തരെയും ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സഭയിലേക്ക് ഓരോരുത്തരെയും വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക മാത്രമല്ല, അവര് വളരുകയാണ്. ആത്മീക ഗൃഹമായി ഓരോ കല്ലുകളും വളരണം. ആ ക്രിസ്തുവിന്റെ അനുരൂപതയിലേക്ക് ആയിത്തീർക്കണം. ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ സുവിശേഷത്തിലേക്ക് വരും, അല്ലെ രക്ഷയിലേക്ക് വരും എന്ന് മാത്രമല്ല, ആ വചനം കേട്ടാണ് പരിജ്ഞാന പൂർത്തിയിലേക്ക് ആയിത്തീർന്നത്. ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവിന് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരുവാനായിട്ട് ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ആയിത്തീരുവാനായിട്ട് ഇടയാക്കണം. അപ്പൊ യഹൂദന്മാരും വിശ്വസിക്കുന്ന ജാതിയും പങ്കാളി, എല്ലാത്തിനും ക്രിസ്തുവിൽ ഉള്ളതിനെല്ലാം ഒരേ പങ്കാളിത്തമാണ്. അതോ മർമ്മം എന്തായിരുന്നു? അതോ സുവിശേഷത്താൽ ജാതി ക്രിസ്തുവേശുവിൽ വാഗ്ദത്തത്തിന്റെ അവകാശികളും ഏക ശരീരത്തിലും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആയിത്തീരും എന്നുള്ള മർമ്മമാണ് പൗലോസ് അവിടെ പറഞ്ഞിരുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്താലാണ് അത് സാധ്യമായി തീർന്നത്. ആ സുവിശേഷം പ്രവാചകന്മാരിലൂടെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും കൈമാറി ഈ സുവിശേഷം ഇന്നും കർത്താവിന്റെ മടങ്ങി വരവോളം അത് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. ആ സുവിശേഷം കേൾക്കുന്നവർ ദൈവസഭയുടെ അംഗങ്ങളായി തീരുകയും ചെയ്യും. അപ്പൊ ആ മർമ്മം, അതിന്റെയും ഭാഗമായി തീരാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഏതവസ്ഥയിലായിരുന്നു നമ്മൾ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച, ഒന്നിനും കൊള്ളാത്തവരായിരുന്നു നമ്മെ ദൈവം വിടുവിച്ചു ദൈവത്തിന്റെ ഭവനക്കാരാക്കി ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മൾ ക്രിസ്തു വേണ്ടി കഷ്ടം സഹിക്കുന്നത് നമ്മുടെ ആത്മീക വർധനയ്ക്കും നമ്മുടെ തേജസ്കരണത്തിനും അതുപോലെ തന്നെ ദൈവത്തിന്റെ നാമ മഹത്വത്തിനും കാരണമായി തീർന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിലും പ്രസംഗിക്കുന്നു. ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നത് എന്ന് പറയുന്നത് കൈസറിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പൗലോസിന് ഇഷ്ടമുള്ള കാര്യമാണ് ആ ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ജാതികളോട് അറിയിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി ജാതികളുടെ ശുശ്രൂഷക്കാരനായി പൗലോസിനെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇപ്പോൾ തടവറയിലായിരിക്കുന്നത്. അത് തനിക്ക് സന്തോഷമാണ്. അതിസന്തോഷത്തോടെ താൻ തന്റെ ബലഹീനതകളും പ്രശംസിക്കുമെന്ന് പറയുന്നു. നമ്മെയും ദൈവം ഓരോ സമയങ്ങള് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ആക്കി തീർത്തു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഈ വചനങ്ങളെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.